വാർത്തകളിലേക്ക് പോകുമ്പോൾ എടവണ്ണയിൽ പോലീസുകാരനായ ASI ശ്രീകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി സുഹൃത്ത് രംഗത്ത്. മരിക്കുന്നതിന് തലേ ദിവസം പോലീസ് സേനയിൽ നിന്ന് നേരിട്ട ബുദ്ധിമുട്ട് തന്നോട് പറഞ്ഞിരുന്നുവെന്ന് സുഹൃത്ത് എടവണ്ണ സ്വദേശി നാസർ പറഞ്ഞു. പിടികൂടുന്ന പ്രതികളെ മർദ്ദിക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥർ നിർബന്ധിക്കാറുണ്ടായിരുന്നു. ഇത് ചെയ്യാതെ വന്നപ്പോൾ സ്ഥലം മാറ്റിയും അവധി നൽകാതെയും മുൻ SP സുജിത് ദാസ് ബുദ്ധിമുട്ടിച്ചെന്നും ശ്രീകുമാർ പറഞ്ഞതായി നാസർ വെളിപ്പെടുത്തി. ആത്മഹത്യ ചെയ്യുന്ന ദിവസേ രാത്രി ഒരു 6 മണി മുതൽ 7 കഴിഞ്ഞ് 7 കഴിഞ്ഞ് 8 മണി വരെ ഇവിടെ ഇരിക്കുന്നുണ്ടവൻ. എന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. ഇരുന്നിട്ട് ഇതുപോലെ ഓന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നങ്ങള് ഓനെ കൊണ്ട് ചെയ്യിക്കണതും ഓനെ കൊണ്ട് വേണ്ടാത്തരം ചെയ്യിക്കുക, ഓനെ മദ്യം കൊടുത്തുങ്ങാണ്ട് ഓനെ കൊണ്ട് ഇടിപ്പിക്കുക, തല്ലിക്കുക. അങ്ങനെ ഭാര്യനെ ഓനെ ഒരുമിച്ച് ഒരു വീട്ടിൽ ഉറങ്ങാൻ അയക്കൂല. ഓളും അവരും പോലീസുകാരത്തിയാണ്. അപ്പൊ ഇവന് രാത്രിയാണെങ്കിൽ ഡ്യൂട്ടി, അവർക്ക് പകല് ഡ്യൂട്ടി. അങ്ങനെ രണ്ടാളും ഒരുമിപ്പിക്കാൻ അവരെ അയക്കൂല. അതുപോലെ ഓന് ഒരു പുസ്തകത്തിൽ എന്തോ എഴുതി വെച്ചിരുന്നു. അതൊക്കെ ഞാൻ നാളെ കാണിച്ചിട്ട് നാളെ വരണ്ടു എന്നൊക്കെ പറഞ്ഞു പോയത് അവിടുന്ന്. അത് വായിക്കുമ്പോ അറിയും എന്താണ് എഴുതിയതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ എനിക്ക് ഞാൻ കൊടുത്ത് കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് പറയാം ജോലി രാജിവെ. അവനോട് പറഞ്ഞു നമുക്ക് ജോലി രാജിവെച്ചിട്ട് എന്റെ ഒപ്പം കൂടിക്കോ. ഓനെ കൊണ്ട് വേണ്ടാത്തരം ചെയ്യിക്കുമ്പോ ഓന് കുറെ പ്രായം ചെന്നപ്പോതേ മടുത്തിരുന്നു. ഓന് കുറെ പ്രായമായല്ലോ. ലാസ്റ്റ് വർഷമായിരുന്നു. ആരോഗ്യം നഷ്ടപ്പെടൽ തുടങ്ങിയിരുന്നു. അപ്പൊ വീണ്ടും ഓനെ നിർബന്ധിക്കുമ്പോ അതിന് പോകാൻ സാധിക്കാത്ത സമയങ്ങളിലേ ഇവിടെ ഈ വല്യോട് പറഞ്ഞ അന്ന് ജനവാസമൊന്നുമുള്ള സ്ഥലമല്ല. അവിടെ കൊടുത്തിട്ട് ഈ പ്രതികളെ ആ റബ്ബർ തോട്ടത്തിലിട്ട് ഓനും ഓന്റെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ എടുപ്പിക്കുമോ. ഓനെ ഇതൊന്നും കഴിയാത്ത സമയം വന്നപ്പം പോലീസിൽ നിന്ന് പിന്നെ ഓന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓന് പീഡനങ്ങൾ മാത്രമേ. പിന്നെ ഓനെ അനുസരണക്കേട് കാണിക്കൽ തുടങ്ങി. CV അനുബോധ് ചേരുന്നു വിവരങ്ങളുമായി. അനുബോധ്, ഇവിടെ ASI ശ്രീകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. ഈ അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് കാരണം സേനയിലെ തന്നെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ സുഹൃത്തിന്റെ നിർണായകമായ മൊഴി വരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായി വരുന്നത് ആരോപണ പെരുമഴയുള്ള SP സുജിത് ദാസ് ഈ മരണത്തിലും അല്ലെങ്കിൽ ഒരു കാരണമാകുന്നു എന്ന തരത്തിലേക്കുള്ള വെളിപ്പെടുത്തലുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായും പറഞ്ഞത്? വിശദാംശങ്ങൾ. ഭവ്യ, കഴിഞ്ഞ ദിവസം PV അൻവർ പറഞ്ഞു വെച്ചതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ശ്രീകുമാറിന്റെ സുഹൃത്തായ നാസർ പറയുന്നത്. SP സുജിത് ദാസിനെതിരെ PV അൻവർ നടത്തിയ ആക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു എടവണ്ണയിലെ ASI ആയിരുന്ന ശ്രീകുമാറിന്റെ ആത്മഹത്യ. അദ്ദേഹം താഴെ ഉള്ള ജീവനക്കാരോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു, അവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന ആക്ഷേപം അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള സേനയുടെ ഉള്ളിലെ ഇത്തരം സമ്മർദ്ദങ്ങളും മറ്റുമാണ് ഈ ശ്രീകുമാറിന്റെ ആത്മഹത്യക്ക് കാരണം എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഉയർന്നത്. ഇപ്പോൾ നാസർ ഇതിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലാണ് നാസറിന്റെ വാക്കുകൾ ഉള്ളത്. മരിക്കുന്നതിന്റെ മുൻപ് സേനയിൽ നിന്നും താൻ നേരിട്ട ബുദ്ധിമുട്ട് തന്നോട് ശ്രീകുമാർ പറഞ്ഞിരുന്നു എന്നാണ് നാസർ പറയുന്നത്. അതുപോലെ തന്നെ പ്രതികളെ മർദ്ദിക്കുവാൻ ശ്രീകുമാറിനെ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചട്ടം കെട്ടിയിരുന്നു. സുജിത് ദാസ് അടക്കമുള്ളവർ അതിനെ നിർബന്ധിച്ചിരുന്നു. അത്തരത്തിൽ താല്പര്യമില്ലാത്ത തരത്തിൽ പലതും തനിക്ക് സേനയിൽ ചെയ്യേണ്ടി വന്നതായിട്ട് ശ്രീകുമാർ പറഞ്ഞതായിട്ടാണ് നാസർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് നാസർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ തന്നെ സ്ഥലം മാറ്റിയും അവധി നൽകിയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും ശ്രീകുമാർ പറഞ്ഞതായി നാസർ വ്യക്തമാക്കുന്നുണ്ട്. അതിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നാസർ പറയുന്നത് ശ്രീകുമാറിന്റെ ഡയറിയിലെ ചില പേജുകൾ, അതിൽ ഈ ആത്മഹത്യയുടെ കാരണങ്ങളും അതിലെ സേനയിലെ പ്രശ്നങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതുന്ന ചില പേജുകൾ അത് പോലീസ് കീറിക്കൊണ്ടുപോയി എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം. അങ്ങനെ ഈ ഒരു ആത്മഹത്യക്ക് കാരണക്കാർ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്ന് തെളിയിക്കാൻ ഒന്നും ഇല്ലാത്ത തരത്തിലേക്ക് സാഹചര്യങ്ങൾ പോലീസ് മാറ്റിയെന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. PV അൻവർ നേരത്തെ ഉന്നയിച്ച അതേ ആക്ഷേപത്തെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് നാസർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭവ്യ, ശരി. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.